ഹലോ കൂട്ടുകാരെ, മാലയോഗത്തിൻ്റെ 60-ാം ഭാഗത്തിലേക്ക് സ്വാഗതം. സാർ, ഡോക്ടർ വിളിക്കുന്നു, വേഗം വരണം. കോറിഡോറിലെ ചാരു കസേരയിൽ വിരലുകൾ നെറ്റിയിൽ കുത്തി തല താഴ്ത്തിയിരുന്ന വിഘ്നേഷ് നേഴ്സിൻ്റെ ശബ്ദം കേട്ടതും പെട്ടെന്ന് ഞെട്ടിപ്പോയി. ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റു അവൻ ഷർട്ട് നേരെ വലിച്ചിട്ട് വെങ്കിടിയെയും കൂട്ടി ഡോക്ടറുടെ മുറിയിലേക്ക് പോയി. ഡോക്ടർ പറയാൻ പോകുന്നത് എന്താകുമെന്ന് ഓർത്ത് അവൻ്റെ നെഞ്ചം ഇടിച്ചുകൊണ്ടേയിരുന്നു. ഡോക്ടറുടെ അരികിൽ ഒരു എക്സ്റേ പതിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അദ്ദേഹം അതിൽ നോക്കിയിരിക്കുകയാണ്. വിഘ്നേഷ്, ഞാൻ വിളിപ്പിച്ചത് കുറച്ച് കാര്യങ്ങൾ ബോധിപ്പിക്കാനാണ്. അമ്മയ്ക്ക് ഡോക്ടർ പറഞ്ഞു തുടങ്ങും മുമ്പേ വെങ്കിടി ഇടയ്ക്ക് കയറി ചോദിച്ചു. അമ്മ ഓക്കെയാണ്, എപ്പോൾ വേണമെങ്കിലും റൂമിലേക്ക് മാറ്റാം. ബട്ട് ഉണ്ണിമായുടെ കേസ്. ഡോക്ടർ താടി തടവി ചിന്തയിലാണ്ടു. വിഘ്നേഷിന് ദേഹം മുഴുവൻ വല്ലാത്തൊരു അസ്വസ്ഥത വന്നു മൂടിയതുപോലെ പിടഞ്ഞു. ഇനിയും ഡോക്ടർ പറയാൻ വൈകിയാൽ താനീ ഇരുന്ന ഇരിപ്പിൽ ചങ്ക് പൊട്ടി മരിക്കുമെന്ന് അവന് ഉറപ്പിച്ചു. ഉണ്ണിമായുടെ സ്പൈനലിന് സാരമായ ഇഞ്ചുറിയുണ്ട്. നേരിയ ഫ്രാക്ചർ ആണെങ്കിലും നല്ല കെയർ വേണം. കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് വേണം. പിന്നെ നെറ്റി നല്ലോണം മുറിഞ്ഞിട്ടുണ്ട്. ബ്ലഡ് ക്ലോട്ടായത് അലിഞ്ഞു വരാനും സമയമെടുക്കും. ഇത്രയും പറഞ്ഞു തീർന്നപ്പോഴേക്കും ഡോക്ടർ അവനെ നിസ്സംഗതയോടെ നോക്കി. നെറ്റിയിൽ ഉയർന്നു വന്ന വിയർപ്പ് കണങ്ങൾ തുടച്ച് അവനൊന്ന് ദീർഘമായി നിശ്വസിച്ചു. എന്തെല്ലാം പരീക്ഷണങ്ങളാണ് തനിക്ക് ചുറ്റും ഒറ്റ നിമിഷം കൊണ്ട് സംഭവിച്ചതെന്ന് അവൻ ഓർക്കാതെ ഇരുന്നില്ല. ജീവിതത്തിലേക്ക് ഓടി വന്ന പ്രയാസങ്ങളൊക്കെയും ഒട്ടും പ്രതീക്ഷിക്കാത്തത് അവൻ ഓർത്തു. വിഘ്നേഷ്, ടെൻഷൻ ആവണ്ട, സമയമെടുക്കുമെന്നേ ഉള്ളൂ. നല്ല ശ്രദ്ധയും കൃത്യമായ പരിചരണവുമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം പൂർണ്ണമായും ഭേദമാകും. മുഖത്തൊരു പുഞ്ചിരി വരുത്തി പറയുന്ന ഡോക്ടറോട് തിരിച്ചൊന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചെങ്കിലും പരാജയമായി. അവൻ്റെ വിറക്കുന്ന കരങ്ങളിൽ മുറുകെ പിടിച്ച് വെങ്കിടി പുറത്തേക്കിറങ്ങി. പോക്കറ്റിൽ കിടക്കുന്ന ഫോൺ റിങ് ചെയ്യുന്നത് കേൾക്കുന്നുണ്ടെങ്കിലും അവൻ വേറെ ഏതോ ലോകത്തായിരുന്നു. അടിച്ചു നിന്ന ഫോൺ വീണ്ടും റിങ് ചെയ്യാൻ തുടങ്ങിയതും അനക്കമില്ലാതെ കൈകൾ മാത്രം ചലിപ്പിച്ച് ഫോണെടുത്തു ചെവിയിലേക്ക് വെച്ചു. സ്റ്റേഷനിൽ നിന്നാണ്, നിങ്ങൾ പെട്ടെന്ന് ഇവിടെ വരണം. പറയുന്ന വാക്കുകൾ വ്യക്തമായി ശ്രവിക്കും മുമ്പേ ഫോൺ കട്ടായിരുന്നു. വിക്കി അമ്മയെ റൂമിലേക്ക് മാറ്റാനുള്ള പ്രൊസീജിയേഴ്സൊക്കെ തുടങ്ങിയിട്ടുണ്ട്. വെങ്കിടിയും ഭാഗ്യയും അങ്ങോട്ട് വന്നു. വെങ്കിടി അത് പറയുമ്പോഴും വിഘ്നേഷിൽ കാണാൻ കഴിഞ്ഞത് വെപ്രാളമായിരുന്നു. എന്താ വിക്കി? വെങ്കിടിക്ക് ആദ്യമായി. വെങ്കിടി ആദ്യം ഓർത്തത് ഉണ്ണിമായെക്കുറിച്ച് തന്നെയാണ്. വെങ്കിടി, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കണേ, ഞാൻ സ്റ്റേഷൻ വരെ ഒന്ന് പോയിട്ട് വരാം. എന്താ വിക്കി, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? വെങ്കിടി ആദിയോടെ ഭാഗ്യത്തെ നോക്കി. അവനും കൂടെ പോകാൻ മനസ്സ് തോന്നിയെങ്കിലും ഇവിടെ തൻ്റെ ആവശ്യങ്ങൾ ഉണ്ടാകുമെന്ന ഉറപ്പിൽ വെങ്കിടി അടങ്ങി. അറിയില്ല. ഇതും പറഞ്ഞുകൊണ്ട് മനസ്സിൽ 1000 ഉത്തരമില്ലാ ചോദ്യങ്ങൾ മനസ്സിൽ കുരുക്കി അവൻ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തേക്ക് പോയി. സ്റ്റേഷൻ്റെ മുറ്റത്ത് കാറ് നിർത്തി വിഘ്നേഷ് ഇറങ്ങിച്ചെന്നു. എസ് ഐ സാർ, അവന് ആ കൂട്ടം പോലീസുകാരോട് ചോദിച്ചു. വരൂ. മുമ്പിൽ നിന്നിരുന്ന പോലീസുകാരൻ മുന്നോട്ട് നടന്നതും വിഘ്നേഷും കൂടെ പോയി. സാറ് വിളിപ്പിച്ചിരുന്നു. വന്നു കയറിയിട്ടും അവനെ നോക്കാതെ എന്തൊക്കെയോ ഫയലുകൾ തപ്പി നോക്കുന്ന പോലീസ് ഓഫീസറോട് വിഘ്നേഷ് പറഞ്ഞു. വിഘ്നേഷ്, വീട്ടിൽ കയറിയ അക്രമിയെ കണ്ടാൽ അറിയുമെന്നല്ലേ പറഞ്ഞത്? സംഭവം നടന്ന ദിവസം ഈ സിറ്റിയിൽ കറങ്ങി നടന്ന 4 പ്രതികളെ കിട്ടിയിട്ടുണ്ട്. അവരിൽ വിഘ്നേഷ് പറഞ്ഞ പ്രതി ഉണ്ടോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. പറയുകയും അയാൾ ലാൻഡ് ഫോൺ എടുത്ത് വിളിക്കുകയും ചെയ്തു. അവന്മാരെ ഇങ്ങോട്ട് കൊണ്ടുവാ. ആ പ്രതികൾ മുറിയിലേക്ക് എത്തുന്ന അത്രയും നേരം അവൻ എങ്ങനെയോ തള്ളി നീക്കി. അതിനിടയ്ക്ക് ആരൊക്കെയോ എസ് ഐയുടെ അരികിൽ എന്തൊക്കെയോ ആവശ്യങ്ങൾ പറഞ്ഞും സൂചിപ്പിച്ചു പോകുന്നുണ്ട്. വിഘ്നേഷ് അതൊന്നും അറിയുന്ന പോലുമില്ല. ഇതുപോലൊരവസ്ഥയിലൂടെ മുൻപേ കടന്നു പോയിട്ടില്ലാത്തത് കൊണ്ടോ മറ്റോ അവൻ പരുങ്ങി അങ്ങനെ ഇരുന്നു. വിഘ്നേഷിന് ശത്രുക്കളുണ്ടോ? പന്തിയല്ലാത്ത അവൻ്റെ ഇരുത്തം വീക്ഷിച്ചു പോലീസ് ഓഫീസർ ഘനഗാംഭീര്യ ശബ്ദത്തോടെ തിരക്കി. എന്താ? പോലീസുകാരൻ്റെ ചോദ്യം കേട്ടത് വിഘ്നേഷ് ഒന്നും ഞെട്ടി. ഈ കണ്ട നേരമത്രയും അവൻ ചിന്തിച്ചു കൂട്ടിയ കാര്യങ്ങളിൽ ഈ പോലീസുകാരൻ ചോദിച്ചതുണ്ടായിരുന്നു. ഉണ്ടെന്നും ഇല്ലെന്നും പറയാൻ കഴിഞ്ഞില്ല. ബാങ്ക് മാനേജറുടെ പോസ്റ്റിൽ ഇരിക്കുക എന്നത് ചില്ലറ കാര്യമൊന്നുമല്ലല്ലോ.
പിന്നെ സ്വന്തമായൊരു തിയേറ്റർ. ജയിക്കാൻ മത്സരിച്ചോടുന്നവരുടെ ഈ ലോകത്ത് അന്തിമ വിജയം തൻ്റേതാകാൻ ഏതറ്റം വരെ പോകുന്നവരുമുണ്ടല്ലോ. പോലീസുകാരൻ്റെ വാക്കുകൾ ശ്രവിച്ച് അവൻ അവിടെ ഇരുന്നു. പ്രതിയെ കണ്ടുകിട്ടിയാൽ മാത്രമേ അവൻ്റെ മോട്ടോ നമുക്ക് അറിയാൻ കഴിയൂ. ഇതിലൊക്കെ ഒരു സംശയം കുടുങ്ങിയത് വന്നവൻ്റെ ലക്ഷ്യം കവർച്ചയായിരുന്നെങ്കിൽ അയാൾ വീടിൻ്റെ മച്ചു പൊളിച്ചോ പിന്നാമ്പുറവാതിൽ കുത്തി തുറന്നോ മറ്റോ ആയിരിക്കും അകത്ത് കയറിയിട്ടുണ്ടാകുക. വിഘ്നേഷിൻ്റെ വീട് ഞങ്ങൾ പരിശോധിച്ചപ്പോഴേ അങ്ങനൊരു സംഭവം കണ്ടില്ല. അടുക്കള വാതിൽ അടഞ്ഞു തന്നെയാണ് കിടക്കുന്നത്. മുൻവശത്തെ വാതിലൊരു പോറൽ പോലും ഇല്ലാതെ തുറന്നു. മോഷ്ടിക്കാൻ വരുന്നവൻ കൈയും വീശിയും മുൻവശത്തെ വാതിലും തുറന്ന് കയറോ സാർ? 2 കൈകളുടെ വിരലുകൾ വിടർത്തി അവ ചേർത്തു വെച്ചും അയാളുടെ സംശയങ്ങൾ ഓരോന്നായി നിരത്തി പറയുന്നതിനിടയിൽ പ്രതികളുമായി മറ്റൊരു പോലീസുകാരൻ അങ്ങോട്ട് പ്രവേശിക്കാൻ അനുവാദം ചോദിച്ചു. കൊണ്ടുവാ. തനിക്ക് പിറകിലായി അണിനിരന്നവരെ ഒന്ന് തിരിഞ്ഞു നോക്കാൻ ഭയപ്പെട്ടു വിഘ്നേഷ് കൈകൾ കൂട്ടിത്തിരുമ്മി. വിഘ്നേഷ് പ്ലീസ്, ഇവരിൽ ആരാണ് അന്ന് നിങ്ങളുടെ ഭാര്യയെയും അമ്മയെയും ഉപദ്രവിച്ചത്? ഇനിയും കസേരയിൽ നിന്നനങ്ങാതെ ഇരിക്കുന്നവനോട് അയാൾ ആരാഞ്ഞു. അവൻ പതിയെ എഴുന്നേറ്റു. 2 പോലീസുകാരുടെ നടുക്ക് കൂസലേതുമില്ലാതെ നിൽക്കുന്ന ആ 4 ആളുകളുടെയും അടുത്തേക്ക് ചെന്നു. ആ 3 പേരുടെയും മുഖത്തേക്ക് നോക്കിക്കൊണ്ട് 4-മത്തവൻ്റെ മുഖത്തേക്കൊന്നേ നോക്കിയുള്ളൂ. തീജ്വാല കത്തിയാളുന്ന മിഴികളോടെ ഉണ്ണിമായെ പിടിച്ചു നിൽക്കുന്നവൻ്റെ ക്രൂരമുഖം അവൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തി. 4-മത്തവൻ തന്നെയാണ് പ്രതി എന്നറിയാൻ വിഘ്നേഷിൻ്റെ മുഖത്ത് പെട്ടെന്നുണ്ടായ മാറ്റം തന്നെ ധാരാളമായിരുന്നു. അവർ ആ 3 ആളെയും അവിടെ നിന്ന് മാറ്റി. വിഷ്ണു, അവൻ്റെ തൊട്ടരികിലേക്ക് വിഘ്നേഷ് വന്നു നിന്നു. ഒരു കാവലെന്നോണം SI വിഘ്നേഷിൻ്റെ അരികിലേക്ക് ഓടി വന്നു. പറ, എന്തിനു വേണ്ടിയാണ് എൻ്റെ കുടുംബത്തിലേക്ക് കയറി വന്നത്? നഷ്ടപ്പെട്ടതൊക്കെ കൂട്ടിപ്പെറുക്കി ഞാൻ പൊന്നുപോലെ കൊണ്ടുപോയ ഞങ്ങളുടെ സ്നേഹക്കൂട് ഒരു നിമിഷം കൊണ്ട് പൊട്ടിച്ചെറിഞ്ഞത് എന്തിനായിരുന്നു? നിർഭയമായി വിഘ്നേഷ് അവന് നേരെ ആക്രോശിച്ചു. വിഘ്നേഷ്, ഇതൊരു സ്റ്റേഷനാണ്, നിങ്ങൾ എന്താ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? SI അവനെ രൂക്ഷമായി നോക്കിയതും സ്ഥലകാലബോധം തിരികെ കിട്ടിയവനെ പോലെ വിഘ്നേഷ് അയാളെയും പിന്നെ വിഷ്ണുവിനെയും ഒന്ന് നോക്കി. അവൻ്റെ ആ അവസ്ഥ കണ്ട് വിഷ്ണുവിൻ്റെ മുഖത്ത് പുച്ഛച്ചിരി വിടർന്നു. അങ്ങനെ അങ്ങ് പോയാലെങ്ങനെയാ? SI ഒന്ന് നോക്കി വിഘ്നേഷ് തല താഴ്ത്തി അവിടെ നിന്ന് പോകാൻ തയ്യാറായതും വിഷ്ണുവിൻ്റെ ധ്വനി വെച്ചതുപോലെയുള്ള ആ പിൻവിളിയിൽ അവൻ അവിടെ തറച്ചു നിന്നു. തൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരം വേണ്ടേ? കുറച്ചു മുമ്പ് താൻ നടത്തിയ പെർഫോമൻസിനുള്ള ഗിഫ്റ്റ് കയ്യോടെ വാങ്ങിക്കോ. അവളില്ലേ ഉണ്ണിമായ, അവൾ ഈ വിഷ്ണു സ്നേഹിച്ച പെണ്ണായിരുന്നു. ജീവിതകാലം മുഴുവൻ എൻ്റെ കൂടെ കൂട്ടണമെന്ന് ഞാൻ ഉറപ്പിച്ച പെണ്ണ്. പക്ഷേ കയ്യിൽ നിന്ന് വൈദിപ്പോയി. അല്ല, അതൊക്കെ എൻ്റെ അന്നത്തെ ഒരു ആക്രാന്തം കൊണ്ട് സംഭവിച്ചതാ. വിഷ്ണു തിളങ്ങുന്ന മിഴികളോടെ അവന് നേരെ വന്നു നിന്നുകൊണ്ട് പറയുന്നത് കേട്ടതും വിഘ്നേഷിൻ്റെ ദേഹമാകെ ചുട്ടുപൊള്ളുന്നത് പോലെ തോന്നി. അവർക്കരികിലുണ്ടായിരുന്ന SI വിഷ്ണുവിൻ്റെ വാക്കുകൾ സശ്രദ്ധം ശ്രവിച്ച് നിൽപ്പുണ്ട്. കാര്യം കേൾക്കാൻ താല്പര്യമുള്ള വിഷയമാണല്ലോ. ഇയാൾ നോക്കി പേടിപ്പിക്കണ്ടടോ. ഈ വിഷ്ണുവിൻ്റെ കൂടെ കിടന്ന് ഗർഭമുണ്ടായി പിന്നെ അത് നശിപ്പിച്ചു. ഞാൻ പിച്ച് ചീന്തിയ വീഴ്പ്പാണടോ താനിപ്പോൾ പുതുമുണ്ടാണെന്നും പറഞ്ഞ് ഉടുത്തിരിക്കുന്നത്. നാക്കുകൊണ്ട് ചുണ്ടൊന്ന് നനച്ചു വിഷ്ണു പിൻകഴുത്തിൽ കൈവച്ചു വിഘ്നേഷിനെ നോക്കി ഇളിച്ചു കാണിച്ചു. വിഘ്നേഷ് മുഖമാകെ വാടി വല്ലാത്തൊരവസ്ഥയിൽ ഹോസ്പിറ്റലിൽ വന്നു കയറി. സംശയമുണ്ടെങ്കിൽ തൻ്റെ ഉണ്ണിമായുടെ ചെന്ന് ചോദിക്ക്. അവൾ ചത്തിട്ടില്ലെങ്കിൽ ആ പോലീസ് സ്റ്റേഷനിൽ നിന്ന് തല ഉയർത്താൻ കഴിയാതെ ഇളിഭ്യനായി മുന്നോട്ട് നടന്നവൻ്റെ കാതുകൊള്ളിക്കുന്ന ആ വാക്കുകൾ വിഘ്നേഷ് വീണ്ടും ഓർത്തു. വാശേരിയിൽ കണ്ട വാഷ് ബേസിൻ്റെ അടുത്തേക്ക് ചെന്ന് അവൻ മുഖത്തേക്ക് നിറയെ വെള്ളമൊഴിച്ചു. ആ വിക്കി ഇവിടെ ഉണ്ടായിരുന്നോ? സ്റ്റേഷനിൽ നിന്ന് വരുന്ന വഴിയാണോ? അവനെ കണ്ടതും വെങ്കിടി കയ്യിൽ കയറി പിടിച്ചു. ആ ക്രിമിനലിനെ പിടിച്ചല്ലേ? വെങ്കിടി സ്വരം താഴ്ത്തി ചോദിച്ചതും വിഘ്നേഷ് ഞെട്ടി. നീ എങ്ങനെ അറിഞ്ഞു? ആ സ്റ്റേഷനിൽ എൻ്റെ ഫ്രണ്ട് ഉണ്ട്, പേര് വിനീത്, കോൺസ്റ്റബിളാണ്. വെങ്കിടി പതറി മുന്നോട്ട് നടക്കുന്നവൻ്റെ ഒപ്പം നടന്നു. ആ സാറ് വേറെന്തൊക്കെ പറഞ്ഞു? വിഘ്നേഷ് അവനെ തിരിഞ്ഞു നോക്കി. ആ ക്രിമിനലിനെ വെറുതെ വിടരുത്, നല്ലൊരു വക്കീലിനെ വെച്ച് പരമാവധി അവനുള്ള ശിക്ഷ വാങ്ങിക്കൊടുക്കണമെന്ന് പറഞ്ഞു. വെങ്കിടി മുഷ്ടി ചുരുട്ടി തൊടയിലിടിച്ചു. വിഷ്ണു ആരാണെന്ന് അവൻ
ഒരിക്കലും അറിയരുതെന്ന് വിഘ്നേഷ് അതിയായി ആഗ്രഹിച്ചു. തൻ്റെ അമ്മയ്ക്ക് ആപത്ത് വരാൻ അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും പോലും ഉണ്ണിമായാണെന്ന് അവർ അറിയുന്നതിൽ വിഘ്നേഷിന് എതിർപ്പ് തോന്നി. വെങ്കിടി നേരെ പോയത് സുബ്ബലക്ഷ്മിക്ക് വേണ്ടി റെഡിയാക്കി വെച്ച മുറിയിലേക്കായിരുന്നു. അമ്മയെ ഇപ്പോൾ ഈ മുറിയിലേക്ക് കൊണ്ടുവരുമെന്നാണ് പറഞ്ഞത്. വെങ്കിടി മുറിയിലേക്ക് കയറുന്നതിനിടെ പറഞ്ഞു. ഉണ്ണിമായുടെ വീരം പിന്നീട് എന്തെങ്കിലും അറിഞ്ഞിരുന്നോ വെങ്കിടി? തളർന്ന ദേഹവും മനസ്സും വരുതിയിലാക്കിക്കൊണ്ട് വിഘ്നേഷ് ചോദിച്ചു. കുറച്ചു മുമ്പ് ഒരു നഴ്സിനോട് ഉണ്ണിമായുടെ കാര്യങ്ങൾ തിരക്കിയപ്പോൾ അവരെന്തൊക്കെയോ മരുന്നുകൾ ഉണ്ണിമായ്ക്ക് കൊടുക്കുന്നതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു. കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ഡോക്ടറോട് ചോദിക്കാനാണ് പറഞ്ഞത്. വെങ്കിടി പറഞ്ഞു തീരുമ്പോഴേക്കും സ്ട്രക്ചറിൽ കിടത്തി സുബ്ബലക്ഷ്മിയെ മുറിയിലേക്ക് കൊണ്ടുവന്നു. കൂടെ വന്ന നഴ്സുമാർ അവരെ മുറിയിലെ ബെഡിൽ കിടത്തി അവർക്ക് കൊടുക്കാനുള്ള മരുന്നുകൾ മേശയ്ക്ക് മുകളിൽ വെച്ച് പിന്നെ ഡ്രിപ്പ് സ്റ്റാൻഡ് എടുത്ത് മൂലക്കൊന്ന് ഒതുക്കി വെച്ചുകൊണ്ടൊക്കെ പോയി. ഭാഗ്യ എവിടെ? വിഘ്നേഷ് ചുറ്റുമൊന്ന് നോക്കിക്കൊണ്ട് വെങ്കിടിയോടായിട്ട് ചോദിച്ചു. അവളുടെ അച്ഛൻ വന്നപ്പോൾ ശാലിനി മോൾ കൂടെ പോകാൻ വാശി പിടിച്ച് ഒരേ കരച്ചിൽ. അമ്മയെ മുറിയിൽ കൊണ്ടുവരുമ്പോൾ വിളിക്കണേ, ഞാനിങ്ങ് എത്തിക്കോളാമെന്ന് പറഞ്ഞ് അവൾ അച്ഛൻ്റെ ഒപ്പം പോയി. ഞാൻ വിളിച്ചിട്ടുണ്ട്, അവളിപ്പോൾ എത്തും. ഉറങ്ങിക്കിടക്കുന്ന സുബ്ബലക്ഷ്മിയെ നോക്കി മുടിയിൽ തലോടി വെങ്കിടി പറഞ്ഞു. സമയം ഇത്രയായില്ലേ, നീ അവളോട് തിരിച്ചു പോയി നാളെ വരാൻ പറ. വെങ്കിടി എന്നെ അമ്മ ഉടനുമ്പോൾ വിളിക്ക്, ഞാൻ കുറച്ചു നേരം പുറത്തിരിക്കാം. തലമുടി ഒന്ന് തഴുകി വിഘ്നേഷ് മുറിക്ക് പുറത്തുള്ള കസേരയിൽ ചെന്നിരുന്നു. അമ്മയുടെ ആ കിടത്തം അവൻ കാണാൻ കഴിയുന്ന കാഴ്ചയായിരുന്നില്ല. മുഖമൊന്ന് അമർത്തി പിടിച്ച് അവൻ ഭിത്തിയിലേക്ക് ചാരിയിരുന്നു. കട്ടിലിൻ്റെ മുൻഭാഗം അല്പം ഉയർത്തിയതും ഭാഗ്യ സുബ്ബലക്ഷ്മിയെ അതിൽ ചാരിയിരുത്തി. ഡോക്ടർ എന്ത് വേണമെങ്കിലും കഴിച്ചു തുടങ്ങാൻ അനുവാദം കൊടുത്തിട്ടുണ്ട്. മറ്റൊന്നും കഴിക്കാൻ സുബ്ബലക്ഷ്മി വിസമ്മതിച്ചത് കൊണ്ട് തന്നെ രാവിലെ ഭാഗ്യ ചൂടുള്ള കട്ടൻ ചായയിൽ ബൺ മുക്കി കൊടുത്തു. വിക്കി, എനിക്ക് ഉണ്ണിമായെ കാണണം. അവർ യാചന പോലെ അവനെ നോക്കി കണ്ണു ചുരുട്ടി പറഞ്ഞു. ആ ബെസ്റ്റ്. ഇത്രയും നേരമായിട്ട് വിക്കിക്ക് കാണാൻ പറ്റിയിട്ടില്ല, സ്വന്തം ഭാര്യയെ. അപ്പോഴായിനി അമ്മയ്ക്ക്. വെങ്കിടി ദേഷ്യം കാണിക്കും പോലെ മുഖം തിരിച്ചു. എന്നാ വിക്കി, അവൻ പറഞ്ഞത് നിജമാ? സുബ്ബലക്ഷ്മി സങ്കടത്തോടെ അവനെ നോക്കി. ആരാ ഞങ്ങളെ ഉപദ്രവിച്ചത്? എന്തിനാ ഞങ്ങളെ കൊല്ലാൻ നോക്കിയത്? സുബ്ബലക്ഷ്മി കിടന്ന പാടെ ഉറക്കെ പറയാൻ തുടങ്ങിയതും വിഘ്നേഷ് അടിമുടി വിറക്കാൻ തുടങ്ങി. വിഷ്ണുവിനെക്കുറിച്ച് ആരെങ്കിലും അന്വേഷിക്കുന്നത് അവനെ വല്ലാതെ അലോസരപ്പെടുത്തി. ആ രഹസ്യം എല്ലാവരിൽ നിന്നും മറച്ചു വെക്കാൻ കഴിയാതെ പോകുമോ എന്നവൻ ഭയപ്പെട്ടു. അമ്മ, പോലീസ് എപ്പോഴോ പ്രതിയെ പൊക്കി. വെങ്കിടി പറയുന്നത് കേട്ട് സുബ്ബലക്ഷ്മിയുടെ മുഖത്ത് തെളിച്ചമായിരുന്നു. ആണോ വിക്കി? ഒരു ഉറപ്പിനായി അവർ വിഘ്നേഷിനെ നോക്കി. അവനൊന്നും മിണ്ടാതെ വേഗം മുറിയുടെ പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്നത് കണ്ട് അവരെല്ലാവരും പരസ്പരം ശങ്കയോടെ നോക്കി. ഡോക്ടറെ ഒന്ന് കാണണം. ഡോക്ടറുടെ കൺസൾട്ടിംഗ് മുറിയുടെ വാതിൽക്കൽ നിൽക്കുന്ന നഴ്സിനോടായി വിഘ്നേഷ് പറഞ്ഞു. ഇന്ന് ഡോക്ടർ കുറച്ച് ബിസിയാ, കുറേ പേഷ്യൻസ് ഉള്ള സമയമാണ്. പോയിട്ട് 1 മണിക്കൂർ കഴിഞ്ഞ് വരൂ. എനിക്കൊരു മിനിറ്റ് പോലും തികച്ചു വേണ്ട പ്ലീസ്. സിസ്റ്റർ, അവരെ ഇങ്ങോട്ട് കടത്തിവിടൂ. വിഘ്നേഷും നഴ്സും തമ്മിലുള്ള തർക്കം കേട്ട് ഡോക്ടർ അടുത്തിരുന്നിരുന്ന രോഗിയെ പരിശോധന കഴിഞ്ഞതും ഉറക്കെ വിളിച്ചു പറഞ്ഞു. തുടരും. അപ്പോൾ അടുത്ത ഭാഗത്തിനായിട്ട് കാത്തിരിക്കില്ലേ? ഇപ്പം എൻ്റെ തൊണ്ടവേദനയ്ക്ക് ഇത്തിരി ഭേദമായിട്ടുണ്ട്. കഴിയും വിധം ഇനി അങ്ങോട്ട് പാർട്ടുകൾ തരാൻ ഞാൻ ശ്രമിക്കും കേട്ടോ. എല്ലാവരും കാത്തിരിക്കണം. ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കുട്ടികളെ നിങ്ങൾ തീർച്ചയായിട്ടും ഈ പാർട്ട് കഴിഞ്ഞതോടുകൂടി സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. താങ്ക് യു.